ചാളഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ട് കാര്യം. ഓണം കഴിയുമ്പോൾ പറയണം അത്ര എന്താ അപ്പൊ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ആത്മഹത്യ എന്നുള്ള. അതെ അതെ, ഓണം കഴിയുന്നവരെ ഇനിയിപ്പോ തിരക്കാണ്. അത് മാത്രമല്ല എനിക്ക് ഒരു എന്താ പറയാ റഷ് പീരീഡ് ആണ് ഇപ്പൊ. കാരണം ഇപ്പൊ ഓണത്തിൻ്റെതായിട്ട് എനിക്ക് എന്റെ ജോലിയും തിരക്കിലാണ്. രാജമാത ഹായ് വെൽക്കം. അപ്പം സെയിൽസിൽ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് തിരക്കിലാണ്. ഒപ്പം ഈ പറയുന്നത് പോലെ ക്ലബിന്റെ ഇത് ചുമതല കൂടെ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടെ അധികം ബിസിയാണ്. സോ ഓണം കഴിഞ്ഞാൽ ഫ്രീ ആവത്തുള്ളൂ. ഓണത്തിന് മുമ്പ് എങ്ങനെയെങ്കിലും ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 25 മോണിറ്റൈസ് ആക്കി എടുക്കണം എന്ന ടാർഗറ്റ് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്തതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ലൈവില് വ്യൂസ് വളരെ അധികം താഴേക്ക് പോവുകയാണ്. സോ അതുകൊണ്ട് നടക്കോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി ട്രൈ യുവർ ബെസ്റ്റ് എന്ന് പറയത്തില്ലേ, നമ്മൾ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യും. അപ്പൊ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ സെക്ഷനിൽ, അതായത് ലോങ് വീഡിയോസ്, ഷോർട്സ് അല്ല, ലോങ് വീഡിയോ സെക്ഷനിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ വീഡിയോസിലൊക്കെ നിങ്ങൾ പരമാവധി വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഹൈലൈറ്റ്സ്, ലൈവിന്റെ ഹൈലൈറ്റ്സ് നമ്മൾ 5 മിനിറ്റ് ഹൈലൈറ്റ്സ് ലൈവിൽ അത് വീഡിയോ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പരമാവധി നിങ്ങൾ ഫ്രീ ആയിട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ അത് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പറ്റുന്നത് കമന്റ് ചെയ്യണം, ലൈക്ക് കമന്റ് ചെയ്യണം. അത് മറക്കാം, ലൈക്കും കമന്റ് ചെയ്താൽ തന്നെ കുറച്ചും കൂടെ വീഡിയോ റീച്ച് ആവും. സോ വീഡിയോ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ എല്ലാവരും പരമാവധി ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ ഹൈലൈറ്റ്സും, ഷോർട്സ് അല്ല ഞാൻ എടുത്തെടുത്ത് പറയാണ്, ഷോർട്ട് സെക്ഷനിലല്ല വീഡിയോസ് സെക്ഷനിലാണ് ചെന്നിട്ട് അവിടെ ചെന്ന് നിങ്ങൾ ആ ലോങ് വീഡിയോസ് സമയമുള്ളവർ കാണുക, കമന്റ് ചെയ്യാൻ പറ്റുന്നത് കമന്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വാച്ചുകൾ നിങ്ങൾക്ക് കൂട്ടിയിട്ട് സാധിക്കും. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഓഗസ്റ്റ് 25 തീയതി തന്നെ മോണിറ്റൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. രാജമാത എവിടെ ദേവസേന എവിടെയുണ്ട്? രാജമാത എവിടെയുണ്ട്? കുഞ്ഞാവന്റെ സ്ഥലം എറണാകുളത്താണല്ലേ? തൊണ്ടവേദന അല്ല, എനിക്ക് ചെറിയ സൗണ്ടിന്റെ പ്രശ്നമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ മാത്രമാണ് വീസ് ഒക്കെ ഡബിൾ ഡിജിറ്റിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ എപ്പോഴും 10 താഴേക്ക് വീസ് കാണത്തുള്ളൂ. കാരണം ആൾക്കാരെ ഇങ്ങനെ ഷോർട്സ് സ്വൈപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ലൈവ് കാണുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ഞാൻ നോക്കിയിരിക്കില്ല, അവര് നോക്കിട്ട് എന്തോന്ന് സ്വൈപ്പ് ചെയ്ത് പോകും. ബട്ട് ഇങ്ങനെ എൻഗേജ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്തിനാണെന്ന് കേൾക്കാൻ വേണ്ടി സ്റ്റേജ്. അതാണ് അതിന്റെ ഒരു സൈക്കോളജി. രാജമാ ആരാന്ന് തോന്നുന്നു. ആണോ? അനാമിയാണോ? അനാമികയാണോ? അല്ല അനാമികല്ല, അനാമിക തൊട്ട് മുകളിൽ കമന്റ് ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങ് വേല ഒന്നും ഇല്ലടാ നിശാന്ത്. ചേട്ടൻ പറ, ആള് കേൾക്കാൻ ആളുകളുണ്ടല്ലോ. എന്റെ പിള്ളേരെ ട്രൈ ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ പുതുതായിട്ട് ലൈവ് കണ്ടോട്ട് എല്ലാം ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഓക്കെ, നടത്താണ്. കുഞ്ഞാവ് എന്ത് ചെയ്യാണ്? പഠിക്കുകയാണോ? ആണോ? കുഞ്ഞാവല്ലേ ചോദിച്ചത് ഐറ്റിയുടെ കാര്യം. അല്ല ഞാൻ വിചാരിച്ചു വേറെ ഏതൊരു പേരിടയ്ക്ക് വന്നായിരുന്നു. സോറി, കുഞ്ഞാവെല്ലാം തോന്നുന്നു. എനിക്ക് തോന്നുന്നത് വേറെ ആരാണ് വെച്ചെന്ന് തോന്നുന്നു. കുഞ്ഞാവല്ല. ഞാൻ ചാറ്റ് നോക്കുന്നില്ല. പുതിയ കുഞ്ഞാവപ്പ ഐ ടി പഠിക്കുകയാണോ? അതിനിപ്പോ പുതുതായിട്ട് വന്ന എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ. പുതുതായിട്ട് വന്ന എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആണോ? അല്ലേ, ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ, സോറി, എന്റെ മിസ്റ്റേക്ക് ആണ്. വളവളാന്ന് സംസാരിച്ചിട്ട് ഇന്നലേക്ക് മറന്നു പോയതാണ്. ഓണർ ഉണ്ടേ. ഓക്കെ. കണ്ടാ, ജോലി തിരക്കിനിടയിൽ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് മീശക്കാരൻ. ആ ചാനലിലുള്ള ആത്മാർത്ഥയാണ് അവിടെ വെളിവാകുന്നത്. രാജമാത ഞാൻ വന്നപ്പോഴേ ചോദിച്ചായിരുന്നു ആദ്യമായിട്ടാണോ സ്ഥലം പേര് എവിടെയാണ് രാജമാത സ്ഥലം? എവിടെയാണ്? എന്ത് ചെയ്യുന്നു? പറഞ്ഞോളൂ, പരിചയപ്പെടാം. രാജമാത എന്ത് ചെയ്യുന്നു? അതുപോലെ എവിടെയാണ്? ജിപ്പിയ ഹായ് ഹായ്. ജിപ്പിയ ഒരുപാട് നാളായല്ലോ ജിപ്പിയെ കണ്ടിട്ട്. ജിപ്പിയ എങ്ങനെയുണ്ട് ഇപ്പൊ? ഹോസ്പിറ്റലിലാണോ അതോ വീട്ടിലാണോ? അസുഖമൊക്കെ ഭേദമായോ? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? എല്ലാം പറ. വിശേഷങ്ങൾ ഒരുപാടുണ്ട് പങ്കുവയ്ക്കാനായിട്ട്. അതുപോലെ സിജിനായി കാണുന്നില്ല. സിജിന എവിടെയാണെന്ന് അറിയില്ല. ആണോ? സിജിനെ ലൈവിലായിട്ട് കണ്ടു. ഇന്നലെ ഉണ്ടായിരുന്നു സിജിന. ഓക്കെ, ഞാനില്ലായിരുന്നു ഇന്നലെ. അപ്പൊ ഇപ്പൊ വന്നവരെ എല്ലാം ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യണം. ഞാൻ വീണ്ടും പറയുകയാണ്, സംഭാവനകൾ കൂമ്പാരമാകും, പരിപാടി ഗംഭീരമാകും. നിങ്ങൾ നഷ്ടപ്പെടാമെന്നൊന്നുമില്ല. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മാത്രം മതി. കിട്ടുന്നത് പുതിയൊരു ഇന്ത്യ. ഏത് രാജ്യമാണ് ബ്രോ ഭരിക്കുന്നത്? രാജമാത നിങ്ങളോ? രാജ്യം ഭരിക്കുന്നവരുടെ കമന്റ് വായിച്ചുകൊണ്ടിരിക്കുന്നു.
എല്ലാവരും ചായ കുടിച്ചോ? 15 പേര് ലൈവ് കാണുന്നു. ലൈവ് കാണുന്നവരെല്ലാം ഡബിൾ ടാപ്പ് ലൈക്ക് ചെയ്യണം.